എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ നബിയെ, ഞാൻ തുന്നി ഉണ്ടാക്കിയതാണിത്. എന്തിന്? തങ്ങളൊന്ന് ഉടുപ്പിക്കാൻ, തങ്ങളിതൊന്നൊടുക്കണം. ഇതെന്റെ അഭിലാഷമാണ്, എന്റെ ആഗ്രഹമാണ്. തങ്ങളിതൊന്നൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഇഷ്ടത്തോടുകൂടെ അത് വാങ്ങി. ഒരിക്കലും അവിടെ ആരെയും നിരാശപ്പെടുത്തിയില്ല. ആ ഉടുപ്പ് ഡ്രസ് വാങ്ങിയിട്ട് ഫഖറജ ഇലൈനാ, അന്ന് മദീന പള്ളിയിലേക്ക് അവിടുന്ന് വന്നപ്പോ ഇന്നഹാ ഇസാറുഹു, ആ മുണ്ട ഉടുത്തത്. ആ പെണ്ണ് വളരെ സന്തോഷിച്ചു. അന്ന് തന്നെ അത് ഉടുത്തിട്ടിങ്ങ് വന്നു. കണ്ടവരൊക്കെ പറഞ്ഞു മാ അഹ്സനഹാ വമാ അജ്മലഹാ, എന്തൊരു രസം, എന്തൊരഴക്, ഭയങ്കര ഭംഗിയുണ്ട് നബിയെ എന്നിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഫഖാല ഫുലാനുൻ, ഒരു ഫുലാൻ പറഞ്ഞു ഇക്സിനിഹാ വമാ അഹ്സനഹാ, എന്തൊരഴകാ നബിയെ, അതെനിക്ക് വേണം എന്ന്, എന്നെ ഉടുപ്പിക്കണം ആ തുണി എന്ന് പറഞ്ഞു. ഫഖാൽ, നാളെ തരാമെന്നല്ല, ഞാനൊന്ന് നിസ്കരിച്ചിട്ട് പോട്ടെ എന്നിട്ട് തരാമെന്നല്ല. ഫഖാൽ, അവിടെന്ന് പറഞ്ഞു നഅം, ഇത് നിനക്ക് തന്നിരിക്കുന്നു മോനെ. വന്നതുപോലെ അവിടെന്ന് മടങ്ങിപ്പോയിട്ട് ആ തുണി പൊതിഞ്ഞിട്ട് ഒരു സഹാബിയുടെ കൈവശം കൊടുത്തയച്ചു. ഇത് ഇന്ന മനുഷ്യന്റെ മുതലാണ്, അയാൾക്ക് കൊടുത്തേക്കണം. മദീന പള്ളിയിൽ ആ സഹാബിയുടെ കയ്യിൽ ആ തുണി അങ്ങ് കിട്ടിയപ്പോ ഫഖാലൽ ഖൗമു, സഹാബത്ത് പറഞ്ഞു മാ അഹ്സൻത, നിന്റെ പരിപാടി ശരിയായില്ലടാ, അത് വളരെ മോശമായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലൈഹ, നല്ല ആവേശത്തോടെ താല്പര്യത്തോടെ ഉടുത്തതാണ്. ഇന്നത് അവിടുന്ന് ഉടുക്കട്ടെ എന്ന് വിചാരിച്ചൂടായിരുന്നോ? നാളെ ചോദിച്ചൂടായിരുന്നോ നിനക്ക്? അല്ലെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ചോദിച്ചൂടായിരുന്നോ? വഅലിംത അന്നഹു ലാ യറുദ്ദു സായിലാ, ചോദിച്ച ആളെ ഒരിക്കലും അവിടുന്ന് മടക്കൂല എന്ന് നിനക്കറിയാം. അതങ്ങ് മുതലാക്കി കളഞ്ഞ പരിപാടിയില്ലേ, അത് ശരിയില്ല, ആ പരിപാടി മോശമായി പോയി. ഫഖാൽ, അയാൾ പറഞ്ഞു ഇന്നി വല്ലാഹി, നിങ്ങൾക്കൊന്ന് കേൾക്കണോ, അല്ലാഹുവാണേ സത്യം, മാ സഅൽതുഹു ലിഅൽബിസഹാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ആ തുണി ചോദിച്ചത് എനിക്ക് ഉടുക്കാനല്ല കേട്ടോ. ഞാൻ അങ്ങനെ ചോദിച്ചല്ല, എനിക്ക് കൊടുക്കാൻ വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. ഇന്നമാ സഅൽതുഹു, പിന്നെ ഞാൻ അവിടത്തോട് ആ തുണി എനിക്ക് തരുമോ എന്ന് ചോദിച്ചത് ലിതകൂന കഫനി, അതെന്റെ കഫൻ തുണിയാക്കാനാണ്. നിങ്ങളെല്ലാരും കണ്ട അവിടുത്തെ ശരീരം ടച്ച് ചെയ്ത ആ തുണിയിൽ എനിക്ക് ഖബറിൽ കിടക്കണമെന്നങ്ങ് തോന്നിപ്പോയി. ആ വികാരത്തിന്റെ പേരാണ് ഹുബ്ബ്, അതാണ് ഇഷ്ഖ്, അതാണ് സ്വഹാബത്തിൽ നമ്മൾ കണ്ടത്.